ഹലോ, മൈൻഡ്ഫുള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ടാണ്. എന്താണ് കൺസിസ്റ്റൻസി? നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നത്. ഏതൊരു പ്രവൃത്തിയും നമ്മൾ 2 ദിവസം ചെയ്താൽ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, സക്സസ്ഫുൾ പേഴ്സൺ ആവണമെന്നുണ്ട്, ഒരുപാട് എയിംസ് ഉണ്ട്, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കും നാളെ മുതൽ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും എന്നൊക്കെ നിങ്ങൾ കിടക്കുമ്പോൾ പ്ലാൻ ചെയ്ത് കിടക്കും. പക്ഷെ നിങ്ങൾ രാവിലെ ആകുമ്പോഴത്തേനും ഒരു അരമണിക്കൂർ കഴിയട്ടെ, ഒരു മണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് 8 മണി 9 മണി ഒക്കെ ആവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ. അങ്ങനെ നമുക്ക് സ്ഥിരതയോട് കൂടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ഥിരോത്സാഹം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ കൺസിസ്റ്റൻസി ഇല്ലാത്ത ആൾക്കാരാണ് കാണുന്നതിന് പുറകെയും കേൾക്കുന്നതിന് പുറകെയൊക്കെ പോകുന്നത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ടല്ല. ലക്ഷ്യമുണ്ട്, പക്ഷെ നിങ്ങൾക്കത് എന്താ പറയുക, സ്ഥിരതയോട് കൂടി ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇത്തിരി ഹാർഡാണല്ലേ. ഒരു ഹാർഡ് വർക്കോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റൻസിയോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമുക്ക് കൺസിസ്റ്റൻ്റ് ആവണ്ടേ? നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ കൺസിസ്റ്റൻസി നിർബന്ധമാണ്. പെയിൻഫുൾ ആയിട്ടുള്ള ഹാർഡ് വർക്ക്, പെയിൻഫുൾ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പരിശ്രമിക്കാതെ ഒരാളും നമുക്കൊന്നും കൊടുന്നു തരില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെ കുറേ സന്തോഷങ്ങളും ഒക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ വരുത്തേണ്ടത് നിങ്ങളെ വേക്കപ്പ് സിസ്റ്റം, അതിലാണ് ആദ്യം നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹാബിറ്റാക്കി മാറ്റണം. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു നോക്കും. അപ്പം നിങ്ങൾ 5 മണി എന്നുള്ള സമയമാകുമ്പോഴത്തേനും നിങ്ങൾ എന്താവും, നിങ്ങൾക്കത് എണീക്കാൻ തോന്നും. അത് 1, 2, 3 ദിവസമല്ല, ഒരു 1 വീക്കോ 2 വീക്കോ ഒരു മാസമെങ്കിലും. അത് 1, 2, 3 ദിവസമല്ല, ഒരു 1 വീക്കോ 2 വീക്കോ ഒരു മന്തെങ്കിലും നിങ്ങളത് ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ ഒരു പെർമനൻ്റ് ഹാബിറ്റായിട്ട് അത് മാറുള്ളൂ. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം. ഇപ്പം നമ്മൾ കുറേ കോഴ്സുകളൊക്കെ എടുക്കുന്നു, നമുക്കൊരു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതന്നെ ഒരാൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം ഞാൻ അതുപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പം നിങ്ങൾ അതിലേക്ക് കുറച്ച് ഇറങ്ങി, വേറൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. അപ്പം നിങ്ങൾക്ക് എവിടെയും എത്തില്ല. നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കണം. ആ എയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ലോങ് ടൈം ഡ്യൂറേഷൻ എടുക്കും നിങ്ങൾ ആ പരിശ്രമിക്കുന്നതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക, ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കുക, എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഉറപ്പായിട്ടും സക്സസ് ആവും. സക്സസ് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണിന് ഒരു പെയിൻഫുൾ സ്റ്റോറി നിങ്ങളോട് പറയാനുണ്ടാവും. ഒരു പെയിൻഫുൾ സ്റ്റോറി അനുഭവിക്കുന്ന ഒരാളുടെ എൻഡ് എന്ന് പറയുന്നത് സക്സസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ടാൽ നാളെ നിങ്ങൾക്ക് അതിൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ വീഡിയോസ് ഇടുകയാണ്, അതിൽ വ്യൂസ് ഒന്നുമില്ല. 1 വ്യൂ 2 വ്യൂ 3 വ്യൂ 4 വ്യൂ 5 വ്യൂ അങ്ങനെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സ് മടുത്തിട്ട് നിങ്ങളൊരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങളത് നിർത്തി. ചില വ്യക്തികൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 വർഷമോ 2 വർഷമോ ചിലപ്പോൾ 3ാമത്തെ വർഷമായിരിക്കും അത് സക്സസ് ആവുക. അപ്പോൾ അയാൾ ആ കൺസിസ്റ്റൻസിയോട് കൂടി പെരുമാറുകയാണെങ്കിൽ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അതിന് റിസൾട്ട് ഉണ്ടാവില്ലേ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ ഒരു ദിവസം നമുക്കതിന് റിസൾട്ട് ഉണ്ടായിരിക്കും. ഈ എഴുന്നേൽക്കുന്ന കാര്യമായാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങൾ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. അതിന് നിങ്ങൾ ഒരു മാറ്റവും വരുത്തരുത്. അപ്പം നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും. നമുക്കത് എഴുന്നേൽക്കാൻ പറ്റും. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ 2 ദിവസം പഠിക്കും, 3ാമത്തെ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങളത് ചെയ്യണം. ഇപ്പം നമുക്ക് വായിക്കുക എന്നൊക്കെ ഉള്ളത് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ഇപ്പം നമ്മൾ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷെ നിങ്ങളത് വായിച്ചു കൊണ്ടേ ഇരിക്കുക. അതിലൊരു ആനന്ദം അല്ലെങ്കിൽ അതിലൊരു സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൈൻഡൊക്കെ മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മോർണിംഗിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ശരിയായിരിക്കണം. ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോണ് നോക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ചായ, അതാണല്ലോ നമ്മുടെ സിസ്റ്റം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഫോൺ നിങ്ങൾ നോക്കാനേ പാടില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, കുറച്ച് നേരം ഒന്ന് ബ്രീത്ത് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട്, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഈ ലൈഫിനെ കുറിച്ചിട്ട് ആദ്യം താങ്ക്ഫുൾ പറയുക, താങ്ക്ഫുൾ ആയിരിക്കുക, ദൈവത്തിനോട് താങ്ക്ഫുൾ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ ടുഡേ പ്ലാൻ എഴുതിയിട്ട് നിങ്ങൾ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുക. ടുഡേ പ്ലാൻ എഴുതിയിട്ട് നിങ്ങൾ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കൺസിസ്റ്റൻസി വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ തന്നെ പറ്റിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വരാത്തത്. കാരണം നിങ്ങൾ നിങ്ങളോടൊരു വാക്ക് കൊടുക്കുകയാണ്, ഞാൻ ഇന്നു മുതൽ നന്നാവും, അല്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ പുതിയൊരു വ്യക്തിയാണ്, എനിക്കൊരു എയിം ഉണ്ട്, അതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളോടൊരു വാക്ക് കൊടുത്തു. പക്ഷെ നിങ്ങളത് 2 ദിവസം ചെയ്തു, 3-ാം ദിവസം ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ചതിയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കല്ലേ ആ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വാല്യൂവും നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. അതിന് നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ അതിനു വേണ്ടി ടൈം കണ്ടെത്തണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് റിസ്ക് ആണ്. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അവസാന സക്സസ് ആണ്. അത് നമ്മൾ മറക്കാതിരിക്കുക. ഏതൊരു കാര്യവും കൺസിസ്റ്റൻസി, സ്ഥിരതയോട് കൂടി ചെയ്താൽ മാത്രമേ നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. ചില വ്യക്തികളുണ്ട് കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും പുറത്ത് പോയിട്ട് ലൈഫിൽ എവിടെ എത്തൂല. പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഒരു കോഴ്സ് കുറച്ച് പഠിക്കും, പിന്നെ ഒരു കോഴ്സ് പഠിക്കും, പിന്നെ ഒരു കോഴ്സ് പഠിക്കും. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസമായിട്ടുള്ള ഡിഗ്രിയോ എന്തെങ്കിലും പൂർത്തിയായിട്ടുണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ലൈഫിൽ ഒന്നും ആവാത്ത ഒരു വ്യക്തിയായിട്ട് മാറണോ, എല്ലാം നേടിയെടുത്ത വ്യക്തിയായിട്ട് മാറണോ? അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാം നേടിയെടുത്ത വ്യക്തി ആവണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, പേഷ്യൻസ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരണം, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് നമുക്ക് കൺസിസ്റ്റൻസി വേണം. ജീവിത വിജയത്തിൻ്റെ കീ ഓഫ് സക്സസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. സ്ഥിരത നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ കണ്ടതിന് പുറകെയും കേൾക്കുന്നതിന് പുറകെയും പോകില്ല. അവർക്കൊരു എയിം ഉണ്ടാവും. എനിക്ക് ആരുടെ വാക്കും കേൾക്കണ്ട, എനിക്കൊരു നെഗറ്റീവ് കമൻസും കേൾക്കണ്ട, ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തും, അതിനുവേണ്ടി ഞാൻ എന്നും ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ ഒരു ദിവസം ഞാനത് എത്തും, ഞാൻ ഇന്നോ നാളെയോ അല്ല ചെയ്യുക, ഞാൻ എൻ്റെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നവരെ ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് അത് ഒരു ഹാബിറ്റായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്കൊരു ലക്ഷ്യം ഉണ്ടല്ലോ, നമുക്കൊരു എയിം ഉണ്ടല്ലോ, നമുക്ക് ലൈഫിൽ സക്സസ് ആവണ്ടേ. അപ്പം നമ്മൾ അതിനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തായാലും സക്സസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കാതിരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ഒരു വാക്ക് കൊടുക്കുകയാണ്, മോനെ നാളെ മുതൽ പഠിക്കും, നിങ്ങൾ നല്ല മാർക്ക് വാങ്ങണം, അമ്മ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് നിങ്ങൾ 2 ദിവസം പഠിച്ച് 3-ാമത്തെ ദിവസം പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് കൊടുത്ത വാക്ക് തെറ്റിക്കല്ലേ, അത് ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? നമ്മളെ പറ്റിക്കാതിരിക്കണം. അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് നേട്ടം, മറ്റാർക്കും അല്ല. അപ്പൊ ഇപ്പൊ കുറച്ച് റിസ്ക് എടുത്താൽ, ഇപ്പൊ കുറച്ച് ഹാർഡ് വർക്ക് എടുത്താൽ, കുറച്ച് കഷ്ടപ്പെട്ട നമ്മുടെ സന്തോഷങ്ങളും എന്റർടൈൻമെന്റും ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഉയർച്ചയിലേക്കാണ് എത്തുക. ഇപ്പൊ നമ്മളിങ്ങനെ ഒന്നും ആവാത്തൊരു ലൈഫിലേക്ക് പോകണോ, അതോ നല്ലൊരു ലൈഫിലേക്ക് എല്ലാവരും നമ്മളെ അസൂയ കൊണ്ട് നോക്കുന്ന, നമ്മളെ തളർത്തിയവരൊക്കെ നോക്കുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരണോ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ലൈഫിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പ്രൊഡക്റ്റീവ് മോർണിംഗ് നമ്മൾ കൊടുക്കുക. നമ്മളൊരു ഹാപ്പി ലൈഫായിരിക്കണം നമ്മളുടെ മനസ്സിൽ കാണേണ്ടത്. അതിനുവേണ്ടി കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങളൊരു റൂട്ടീൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അന്നൊരു 8 മണിക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസം ചെയ്ത റൂട്ടീനിൽ കുറച്ച് മാറ്റം വരുത്തണം. അത് നിങ്ങൾ കുറച്ച് മുന്നേ ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത് പെയിൻഫുൾ ഡിസിപ്ലിൻ എന്ന്. കാരണം അപ്പോൾ അവിടെ നിങ്ങൾ കുറച്ചും കൂടിയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കുറച്ച് നേരത്തെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തണം. എന്നാലല്ലേ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യം നിറവേറ്റാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ലൈഫിൽ അനുഭവങ്ങളും പ്രയാസങ്ങളും നേരിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാർ മാത്രമാണ് ലൈഫിൽ സക്സസ് ആവുക. അപ്പം എല്ലാവരും
കൺസിസ്റ്റൻസി ലൈഫിൽ കൊണ്ടുവരിക. നിങ്ങൾ 1-2 ദിവസം ചെയ്തതുകൊണ്ട് മടുക്കണ്ട. നിങ്ങൾക്ക് അതിന് ഒരു ഷോർട്ട് ടേം ഗോളായിട്ട്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങണം. നിങ്ങൾ വലിയൊരു കാര്യം 1 വർഷത്തെ ഗോളൊന്നും സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഒരു ഹാബിറ്റ്, നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് ഒരാഴ്ച നിങ്ങൾ 7 ദിവസം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത് നിങ്ങൾ മെല്ലെ 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 നിങ്ങൾ അതിൽ അഡാപ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഹാബിറ്റായിട്ട് മാറും. പിന്നെ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ സ്ഥിരത നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടും. കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് പല വ്യക്തികളും ലൈഫിൽ പരാജയപ്പെട്ടുള്ളത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ? നിങ്ങൾ സ്ഥിരതയുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ പരാജയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ എവിടെ എത്താത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എത്ര ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ. അപ്പം നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടും. അപ്പം എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നല്ലൊരു ലൈഫ് ബിൽഡപ്പ് ചെയ്തെടുക്കുക. അതിന് കുറച്ച് റിസ്ക് എടുക്കണം. അപ്പം നിങ്ങൾ ഇന്ന് റിസ്ക് എടുത്തോ, നാളെ നിങ്ങൾക്ക് സന്തോഷിക്കുക, അത്ര വിചാരിച്ചാൽ മതി. അപ്പം എല്ലാവരും നല്ലൊരു വ്യക്തികളായി മാറട്ടെ. ഈ വീഡിയോ എല്ലാവരും ലൈഫിൽ അഡാപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.